ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേകത ഉണ്ട്. ഞങ്ങൾ 3 വർഷം അബുദാബി കറാമ സ്ട്രീറ്റിൽ താമസിച്ച് കഴിഞ്ഞാൽ ആ വില്ലയാണ് കാണുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ അടുത്ത് ഞങ്ങൾക്കൊരു താത്ത ഉണ്ട്. അങ്ങനെ ഞങ്ങളെ അസ്മത്താത്താരന്ന് മാത്ത് പഠിക്കാൻ വന്നിരിക്കണം. നോമ്പായാൽ ആ താത്ത എടുത്തു വെക്കൂട്ടോ കീമാത്ത്, അരീസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. അപ്പോൾ അതൊക്കെ മേടിച്ച് തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് താത്ത തന്നതെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. 2 ബോക്സ് ബിരിയാണിയാണ് കേട്ടോ, പിന്നെ 2 ബോക്സ് ലുക്കീമാത്തുണ്ട്, പിന്നെ ഒരു കാസ്ട്രോളിൽ അരീസയാണ് കേട്ടോ. ആ താത്താക്ക് മക്കളെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ 4 മണിക്ക് ശേഷം വിളിക്കും, മക്കൾക്ക് ലുക്കീമാത്തും അരീസും ബിരിയാണിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും, പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ട് ആ താത്താക്ക് അങ്ങോട്ട് കൊണ്ടു കൊടുക്കും കേട്ടോ. ചട്ടിപ്പത്തിരി, കട്ട്ലേറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കൊണ്ടു കൊടുക്കും. അപ്പോൾ ആ താത്ത തന്നെ എടുത്ത് അവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അവർക്ക് നമ്മളെ നാട്ടിലത്തെ ഫുഡൊക്കെ കിട്ടൽ കുറവാണല്ലോ. അവർക്ക് ഈ അറബിക് ഫുഡ് തന്നെ കഴിച്ച് മടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കിയാലും കൊണ്ടു കൊടുക്കും കേട്ടോ. പിന്നെ റൂമിൽ വന്നതിന് ശേഷം ഞങ്ങൾ നോമ്പ് തുറക്കാനുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് അവൾ ജ്യൂസ് അടിച്ച് ഔക്കാടും ചോക്ലേറ്റും കൂടിയിട്ടാണ് ഇന്ന് ജ്യൂസ് അടിച്ചിട്ടുള്ളത് കേട്ടോ. നമുക്ക് ടേബിളൊക്കെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസൊക്കെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഇതൊക്കെയാണ്. ഫ്രൂട്ട്സ് ഉണ്ട്, അരീസ് ഉണ്ട്, ലിക്കിമാത്തുണ്ട്, പിന്നെ ജ്യൂസ്, ഈത്തപ്പഴം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ഇന്ന് എൻ്റെ സ്പെഷ്യൽ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് സ്വീറ്റ്സാണ് എന്ന് പറഞ്ഞാൽ തേങ്ങയും എഗ്ഗൊക്കെ വെച്ചിട്ടുള്ള മധുരത്തിലാണ് ഉണ്ടാക്കിയുള്ളത് ചട്ടിപ്പത്തിരി. അതിൻ്റെ റെസിപ്പി വീഡിയോ വേറെ വരുന്നതാണ്. അപ്പോൾ പിന്നെ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ നോമ്പ് തുറക്കാനിരുന്നിട്ടാ. ബാങ്ക് കൊടുത്തേക്ക് നോമ്പ് തുറന്ന് നിസ്കാരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്ത് പോയിട്ടാ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നിരുന്നു, അവൾക്ക് ലോട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങളവിടെ ഡ്രോപ്പ് ചെയ്ത് തന്നു. അവൾക്ക് എന്തോ പാത്രങ്ങളൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൻ്റെ ഡ്രസ്സ് എടുക്കണം. അപ്പോൾ അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ പാത്രത്തിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല ഓഫറും ഉണ്ട്, ചെറിയ പ്രൈസുള്ളൂ. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ വീഡിയോ എടുത്താണേ. പിന്നെ ആണുങ്ങളെ ജീൻസൊക്കെ നല്ല ഓഫറുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള സാധനമാണ്. അതുപോലെ ഷർട്ട് നല്ല ഓഫറാണ്. പിന്നെ നാട്ടിലൊക്കെ പോകുന്നവർക്ക് ഇങ്ങനത്തെ കോട്ടൻ്റെ ചുരിദാറിൻ്റെ ബിറ്റ് ആർക്കെങ്കിലും കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് മേടിക്കാം കേട്ടോ. ചെറിയ പ്രൈസുള്ളൂ. അതുപോലെ ഷിഫോണിൻ്റെ സാരികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ മാക്സി, പിന്നെ ഡെയിലി വിയറിന് പറ്റിയ ടോപ്പുകൾ, പിന്നെ ഷോള് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അടുത്ത ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്.